ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. സ്ക്രീൻ സൗണ്ട് ഓക്കെ ആണോ? ഓക്കെ ഓക്കെ കീർത്തന, താങ്ക് യു. ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും ഇഷ്യൂസ് സ്ക്രീനിലോ സൗണ്ടിലോ ഉണ്ടെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ, so last class we discussed packet switched network or store and forward network. എന്തായിരുന്നു, what you mean by packet switched network or store and forward network? What you mean by packet switched network or store and forward network? Why it is called so? ആരെങ്കിലും പറഞ്ഞ അജ്മൽ. അജ്മൽ, എന്തുകൊണ്ടാണ് പാക്കറ്റ് സ്വിച്ച്ഡ് നെറ്റ്വർക്കിനെ സ്റ്റോർ ആൻഡ് ഫോർവേഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്? ആദ്യം അതിന് ഹലോ അജ്മൽ പറഞ്ഞോളൂ. ആദ്യം അതിനെ പാക്കറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്തിട്ട് പിന്നെ അത് ഫോർവേഡ് ചെയ്യുന്ന. ഓക്കെ, എന്തുകൊണ്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ആവശ്യം വരുന്നത്? ഓക്കെ അജ്മൽ. അഖിൽ, എന്തുകൊണ്ടാണ് അത് സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ആവശ്യം വരുന്നത്? അഖിൽ, പാക്കറ്റ് സ്റ്റോർ ചെയ്തിട്ട് ഫോർവേഡ് ചെയ്യുമെന്ന് പറഞ്ഞു. എപ്പോഴാണ് സ്റ്റോർ ചെയ്യേണ്ട ആവശ്യം വരുന്നത്? അത് എന്തെങ്കിലും കാരണവശാൽ ഡിസ്കാർഡ് ചെയ്യേണ്ട ആവശ്യമാണ്. ഓക്കെ, ഡിസ്കാർഡിങ് അല്ല. ഓക്കെ ഓക്കെ അഖിൽ, ആർക്കെങ്കിലും പറയാൻ പറ്റും എന്തുകൊണ്ടായിരുന്നു അത് സ്റ്റോർ ചെയ്തിട്ട് പിന്നെ ഫോർവേഡ് ചെയ്യേണ്ട ആവശ്യം ഏത് സിറ്റുവേഷനിലാണ് വരിക? കഴിച്ചിട്ട് അത് യെസ്, ലൈൻ ബിസി. ഓക്കെ ദേവിക, നമ്മൾ ഔട്ട്പുട്ട് ലൈന് എങ്ങോട്ടേക്കാണോ അയക്കേണ്ടത് ആ ലൈന് ബിസി ആണ് എങ്കിൽ ആ ലൈനൊന്ന് ഫ്രീ ആകുന്നത് വരെ ഒന്ന് ഹോൾഡ് ചെയ്യണം. സോ ആ ഒരു സമയം വരെ അതൊന്ന് സ്റ്റോർ ചെയ്യണം. സ്റ്റോർ ചെയ്തിട്ട് ആ ലൈൻ ഫ്രീ ആകുന്ന സമയം ഫോർവേഡ് ചെയ്യുക. ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് സ്റ്റോർ ആൻഡ് ഫോർവേഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, കൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ആക്ച്വലി ഇൻപുട്ട് ലൈൻസ് ഉണ്ടാവും, ഔട്ട്പുട്ട് ലൈൻസ് ഉണ്ടാവും. ഒരു റൂട്ടറിൽ ഇൻപുട്ട് ലൈൻ വന്ന് അതേപോലെ ധാരാളം ഇൻപുട്ട് ലൈനും ധാരാളം ഔട്ട്പുട്ട് ലൈനും ഉണ്ടാവും. സപ്പോസ് ഈ ഒരു ലൈനിൽ വരുന്നത് ഈ ലൈനിലോട്ടാണ് ഫോർവേഡ് ചെയ്യേണ്ടത് എങ്കിൽ അറ്റ് ദാറ്റ് മൊമെൻറ്റ് ഈ ലൈൻ ബിസി ആണ് എങ്കിൽ ഇത് കുറച്ച് സമയം ഒന്ന് സ്റ്റോർ ചെയ്യും, അതിനുശേഷം ഫ്രീ ആകുമ്പോഴാണ് ഫോർവേഡ് ചെയ്യുക. ഓക്കെ, ഈ എല്ലാ കാര്യങ്ങളും മൈന്യൂട്ട് സെക്കൻഡ്സ് കൊണ്ട് നടക്കുന്ന കാര്യമാണ്. ബട്ട് ഒരു ചെറിയ മൊമെൻറ്റിലെങ്കിലും ഇവിടെ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യം വരും. ദാറ്റ്സ് വൈ ദിസ് നെറ്റ്വർക്ക് ഈസ് കോൾഡ് സ്റ്റോർ ആൻഡ് ഫോർവേഡ് നെറ്റ്വർക്ക്. ഓക്കെ, സോ ആ കൺസെപ്റ്റ് എല്ലാവർക്കും ഓക്കെ ആയി എന്ന് വിചാരിക്കുന്നു. ദെൻ വി ഡിസ്കസ്ഡ് network software in that protocol hierarchy. Okay, protocol hierarchy, actually we design a network in different layers. പല ലെയേഴ്സ് ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു നെറ്റ്വർക്കിനെ പുതിയ നെറ്റ്വർക്കിനെ ഡിസൈൻ ചെയ്യുന്നുണ്ടാവുക. വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ഡിവൈഡിങ് ദ നെറ്റ്വർക്ക് ഇൻ ടു ഡിഫറെൻറ്റ് ലെവൽസ്? ഡിഫറെൻറ്റ് ലെവൽസിലെ ഡിഫറെൻറ്റ് ലെയേഴ്സ് ആക്കിയിട്ട് നെറ്റ്വർക്കിനെ ഡിസൈൻ ചെയ്യുമ്പം ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യം എന്താണ്? അനഘ, what is the main purpose? There are many purposes are there. Oh, clear ആയില്ല. ഓക്കെ, മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് അതിന് വേണ്ടിയിട്ട് എന്തിനാണ് പല ലെയേഴ്സ് ആക്കി ഡിവൈഡ് ചെയ്യുന്നത്? ഒരിക്കൽ എക്സാമിന് ഒരു പ്രീവിയസ് ഇയർ എക്സാമിന് ചോദിച്ചിരുന്നു, വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ഡിവൈഡിങ് എ ലെയർ ഇൻ ടു
ഡിഫറെൻറ്റ് ലെയർ മീൻസ് എ നെറ്റ്വർക്ക് ഇൻ ടു ഡിഫറെൻറ്റ് ലെയേഴ്സ് വൈൽ ഡിസൈനിങ് എ നെറ്റ്വർക്ക് എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ അതിൽ കുറച്ച് റീസൺസ് ഉണ്ട്. നമ്മൾ ഒരു റീസൺ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ്? ഓക്കെ അനക, വേറെ ആരെങ്കിലും പറയാൻ പറ്റുമോ എന്തുകൊണ്ടാണ് നമ്മളങ്ങനെ പല ലെയേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്? യെസ്, റെഡ്യൂസ് ദ ഡിസൈൻ കോംപ്ലക്സിറ്റി. ഓക്കെ മസ്ന ആൻഡ് ശ്രദ്ധ, നമ്മുടെ കോംപ്ലക്സിറ്റി, ഡിസൈൻ കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് മേജർ ഒരു പർപ്പസ്, അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഡിസൈൻ കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, എല്ലാം ഒരു സിംഗിൾ ലെയറിൽ വെക്കുന്നതിന് പകരം അതിനെ പല ലെവൽസ് ആക്കിയിട്ട് പല ലെയേഴ്സ് ആക്കി ഡിവൈഡ് ചെയ്യുന്നു. ഓരോ ലെയറിനും ഓരോ പെർട്ടിക്കുലർ ഫങ്ഷൻസ് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഡിസൈനിങ് കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ദാറ്റ് ഇസ് ദ മെയിൻ പർപ്പസ് ഓഫ് ഡിവൈഡിങ് എ ടോട്ടൽ നെറ്റ്വർക്ക് ഇൻ ടു ഡിഫറെൻറ്റ് ലെയേഴ്സ് വൈൽ ഡിസൈനിങ് ഇറ്റ്. ഓക്കെ, ദെൻ നമ്മളൊരു 5 ലെയർ നെറ്റ്വർക്കിനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. Actually this number of levels and its name differs from network to network. ആ സിറ്റുവേഷൻ അനുസരിച്ച് ഏത് ടൈപ്പ് നെറ്റ്വർക്കാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ട് ഈ നമ്പർ ഓഫ് ലെയേഴ്സ് ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻ വേരീസ്. ഓക്കെ, സോ ഒരു 5 ലെയർ നെറ്റ്വർക്കിൻ്റെ ഡിസൈൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ലെയേഴ്സിൻ്റെ ഇടയിലുള്ള ഈ ഒരു പാർട്ടിനെയാണ് നമ്മൾ ഇൻ്റർഫേസ് എന്ന് പറയുക. രണ്ട് മെഷീൻസിൻ്റെ ഇടയിലുള്ള സെയിം ലെയേഴ്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രോട്ടോകോൾ. Protocol means a set of agreement which are agreed by these two parties. Okay, so that's what protocol and interface. Actually ഡാറ്റ ട്രാൻസ്ഫർ നടക്കുന്നത് ഏറ്റവും ടോപ്പ് ലെയർ, അതായത് യൂസറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ലെയറിനും തൊട്ട് താഴെയുള്ള ലെയർ, അടുത്ത ലെയർ, അങ്ങനെ ഫിസിക്കൽ മീഡിയം വഴി നെക്സ്റ്റ് ഡിവൈസിലെത്തുന്നു. ലെയർ ഇങ്ങനെയായിരുന്നു നമ്മൾ അയക്കുന്നത്. ഓക്കെ, സോ അതും ഡിസ്കസ് ചെയ്തു. ആക്ച്വലി ഈ ഒരു ഇൻ്റർഫേസിലാണ് ഈ ലെയറിന് തൊട്ട് താഴെയുള്ള ലെയറിൻ്റെ എന്തൊക്കെ ഫങ്ഷൻസ്, എന്തൊക്കെ ആക്ടിവിറ്റീസ് എടുക്കാൻ വേണ്ടി പറ്റും, ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും, സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നൊക്കെ ഡിസൈൻ ചെയ്യുന്നത് ഈ ഒരു ഇൻ്റർഫേസിലായിരിക്കും ഉണ്ടാവുക. ആൻഡ് ദിസ് പ്രോട്ടോകോൾ മീൻസ് ഈ രണ്ട് ലെയേഴ്സ് തമ്മിൽ ഏതൊക്കെ എഗ്രിമെൻറ്റിൻ്റെ ബേസിസിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇതിപ്പോൾ സെക്കൻഡ് ലെയറിൽ നമ്മളൊരു ഇറർ കൺട്രോളിംഗ് മെക്കാനിസം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സെയിം ഇറർ കൺട്രോളിംഗ് മെക്കാനിസം തന്നെ ഇവിടെ യൂസ് ചെയ്യണം. സോ ദീസ് ടു പാർട്ടീസ് ഹാസ് ടു മേക്ക് ആൻ എഗ്രിമെൻറ്റ് like we are using this error control mechanism, we are using this flow control mechanism. അങ്ങനെയുള്ള ഒരു എഗ്രിമെൻറ്റ് ഈ രണ്ട് ലെയേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടായിരിക്കണം. ദാറ്റ് കൈൻഡ് ഓഫ് ഡിഫറെൻറ്റ് എഗ്രിമെൻറ്റ്സ് ആർ കോൾഡ് പ്രോട്ടോകോൾ. ഓക്കെ, then after that we discussed how the communication process occurs. ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പം ഈ ലെയേഴ്സ് തമ്മിൽ എങ്ങനെയാണ് മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ലെയേഴ്സ് തമ്മിൽ മെസ്സേജ് എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുക? ഒരു മെസ്സേജ് ഒരാൾ ഒരു മെഷീനിൽ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലെയർ വഴി ഇത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ നടക്കുന്നത്? എനിവൺ? ഫോർ എക്സാമ്പിൾ ഒരു 5 ലെയർ നെറ്റ്വർക്ക് തന്നെ എടുക്കുക. ഇൻ ദാറ്റ് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുകയാണ്. ആ മെസ്സേജ് ആ റിസീവറിലോട്ട് എത്തുന്നതിനിടക്ക് ഓരോ ലെയറിലും എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുക? ആക്ച്വലി ദർ ആർ സോ മെനി ആക്ടിവിറ്റീസ്, ബട്ട് ബേസിക് മെസ്സേജിനെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ മെസ്സേജിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്? കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് നടക്കുന്നത്? ജസ്ന? ഹലോ സർ. ജസ്ന, ഈ നെറ്റ്വർക്കിനെ ഡിവൈഡ് ചെയ്തിട്ട് മെസ്സേജ് പാസ് ചെയ്യുന്ന പറഞ്ഞു. ആ മെസ്സേജ് പാസ് ചെയ്യുമ്പോൾ മെസ്സേജിൽ എങ്ങനെയാണ് ഓരോ ലെയർ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നത്? ഡീറ്റെയിൽ ആയിട്ട് ഉള്ള ക്ലിയർ ആയില്ല, ഒന്നുകൂടി പറയാമോ? പ്രോട്ടോകോൾ യൂസ് ചെയ്തിട്ട് അത് പീർ-ടു-പീറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. യെസ്, പ്രോട്ടോകോൾ യൂസ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് തന്നെയാണ് അയക്കുന്നത്. ബട്ട് ഈ മെസ്സേജിന് എന്തൊക്കെ ട്രാൻസ്ഫോർമേഷൻസ് ആണ് നടക്കുന്നത്? ഓക്കെ ജസ്ന. കീർത്തന?
ഓക്കെ, ജസ്റ്റ് മ്യൂട്ട് ചെയ്തോളൂ. കീർത്തന. യെസ്, ഓക്കെ കീർത്തന. നമ്മൾ ഹെഡർ ആഡ് ചെയ്യും. ഓരോ ഇതിൻ്റെ അകത്തും നമ്മൾ ഹെഡർ ആഡ് ചെയ്തിട്ട് മെസ്സേജിനെ ഡിവൈഡ് ചെയ്യുന്നു. ഓരോ ലെവലിലും ഓരോ ലെയറിലും നമ്മൾ ഹെഡേഴ്സ് ആഡ് ചെയ്യും. എന്നിട്ടാണ് തൊട്ട് താഴെയുടെ ലെയറിലേക്ക് പിന്നെയും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. ആക്ച്വലി ഓരോ ലെയറിലെത്തുമ്പോഴും പെർട്ടിക്കുലർ ഫംഗ്ഷൻസ് ഉണ്ട്. അത് OSI മോഡലൊക്കെ പഠിക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബേസിക് ആയിട്ട് ഒരു മെസ്സേജിന് എന്ത് ട്രാൻസ്ഫോർമേഷൻ വരുന്നു എന്നുള്ള കാര്യം മാത്രമേ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം. സോ ഹിയർ ഇൻ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് consider a 5-layer network. This message is divided and header തൊട്ട് താഴെയുള്ള ലെയറിൻ്റെ ഹെഡർ ആഡ് ചെയ്യുന്നു. മുന്നും അത് ഡിവൈഡ് ചെയ്യുന്നു. തൊട്ട് താഴെയുള്ള ഹെഡർ ആഡ് ചെയ്യുന്നു. ദെൻ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഓരോ ലെയറിനും തൊട്ട് മുകളിലുള്ള ലെയറിലോട്ട് കൊടുക്കുമ്പോൾ ആ ഹെഡറിനെ റിമൂവ് ചെയ്യുന്നു. ആൻഡ് ദിസ് ഹെഡർ കണ്ടെയ്ൻസ് ഇൻഫർമേഷൻ ലൈക്ക് കൺട്രോൾ ഇൻഫർമേഷൻ, ഫ്ലോ കൺട്രോൾ, എറർ കൺട്രോൾ, അഡ്രസ്, അതേപോലെയുള്ള കൺട്രോൾ ഇൻഫർമേഷൻസ് ആയിരിക്കും ഈ ഒരു ഹെഡർ പാർട്ടിൽ ഉണ്ടാവുക. സോ മെസ്സേജ് ഡിവൈഡ് ചെയ്യുന്നു, ഹെഡർ ആഡ് ചെയ്യുന്നു, താഴെയുള്ള ലെയറിൽ കൊടുക്കുന്നു, വീണ്ടും സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഹെഡർ ആഡ് ചെയ്യുന്നു. ദെൻ അറ്റ് ദ റിസീവർ മെഷീൻ ഓർ ദ ഡെസ്റ്റിനേഷൻ മെഷീൻ ഈ ഹെഡറിൻ്റെ അകത്ത് ചെക്ക് ചെയ്തിട്ട് ഓക്കെ എന്തെങ്കിലും ഫ്ലോ കൺട്രോൾ, എറർ കൺട്രോൾ മെക്കാനിസം ഒക്കെ ഓക്കെ ആണോ, പ്രോപ്പറായിട്ടാണോ വന്നിട്ടുള്ളത്, സീക്വൻസ് നമ്പറൊക്കെ ഓക്കെ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നു. ദെൻ ആ ഹെഡർ റിമൂവ് ചെയ്തിട്ട് തൊട്ട് മുകളിലുള്ള ഇതിലോട്ട് അയക്കുന്നു. ദെൻ അവിടെ നിന്ന് കമ്പൈൻ ചെയ്ത് മുകളിലോട്ട് അയക്കുന്നു. ഇങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് നടക്കുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മളത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, ഒന്ന് റിഫ്രഷ് ചെയ്തതാണ് ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഓക്കെ ആണ് എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വി വാണ്ട് ടു ഡിസ്കസ് ദ ഡിസൈൻ ഇഷ്യൂസ് ഫോർ ദ ലെയേഴ്സ്. ഈ ലെയേഴ്സ് ഡിസൈൻ ചെയ്യുന്ന സമയത്തുള്ള ഡിസൈൻ ഇഷ്യൂസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ നെറ്റ്വർക്കിനെ പല ലെയേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ അതിനെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ മെഷേഴ്സ് ഈ ഡിസൈനേഴ്സ് എടുക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഈ നെറ്റ്വർക്കിൽ ഉണ്ടാവണം എന്ന് എൻഷുർ ചെയ്യണം. ഓക്കെ, സോ ആ ഒരു പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ആ നെറ്റ്വർക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യൂ. സോ ഡിസൈൻ ഇഷ്യൂസ് ഫോർ ദ ലെയേഴ്സ്. ഈ ലെയേഴ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിഫറെൻറ്റ് ഡിസൈൻ ഇഷ്യൂസ് എന്തൊക്കെയാണ്? ആക്ച്വലി ദർ ആർ 8 different design issues. First one, mechanism for identifying sender and receiver, rules for data transfer, loss of sequencing, keep a fast sender from swamping a slow receiver, inability of all process to accept arbitrarily long messages, inconvenience or expensive to set up separate connection, and finally routing. These are the main design issues which are normally facing by a designer while designing a new network. എന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ എൻഷുർ ചെയ്യണം, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഓരോന്നും എന്താണെന്ന് നോക്കാം. സിമ്പിൾ കൺസെപ്റ്റുകളാണ്, പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊന്നുകൂടി നോക്കുക. മെക്കാനിസം ഫോർ ഐഡൻറ്റിഫൈയിങ് സെൻഡർ ആൻഡ് റിസീവർ. സെൻഡറെയും റിസീവറെയും ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു മെക്കാനിസം വേണം. ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു റൂള് വേണം. ഇറർ കൺട്രോളിന് വേണ്ടിയിട്ടുള്ള ഡിഫറെൻറ്റ് മെക്കാനിസംസ്. ലോസ് ഓഫ് സീക്വൻസിങ് മീൻസ് ഒരു സീക്വൻസ് നമ്പർ എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ ഉണ്ട്, അതെന്താണെന്ന് പറയാം. അങ്ങനെയുള്ള സീക്വൻസിങ് ലോസ് ഉണ്ടാവാൻ പാടില്ല. കീപ്പ് എ ഫാസ്റ്റ് സെൻഡർ ഫ്രം സ്വാമ്പിങ് എ സ്ലോ റിസീവർ, അത് എക്സ്പ്ലെയിൻ ചെയ്യാം. Inability of all process to accept arbitrarily long messages, then inconvenience to set up separate connection, and finally routing. Okay, ഇതിൽ മെക്കാനിസം ഫോർ ഐഡൻറ്റിഫൈയിങ് സെൻഡർ ആൻഡ് റിസീവർ. മെക്കാനിസം ഫോർ ഐഡൻറ്റിഫൈയിങ് സെൻഡർ ആൻഡ് റിസീവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ആ നെറ്റ്വർക്കിൻ്റെ അകത്ത് ഇതൊരു നെറ്റ്വർക്കായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ നെറ്റ്വർക്ക് വഴി പല മിഷൻസ് തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഈ ഒരു നെറ്റ്വർക്ക് വഴി വി ക്യാൻ സേ ദിസ് ഈസ് എ നെറ്റ്വർക്ക്, ഒരു നെറ്റ്വർക്കാണ്. ആ നെറ്റ്വർക്ക് വഴി പല മിഷൻസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഈ ഓരോ മെഷീൻ്റെ ഉള്ളിലും കുറേ ലാർജ് നമ്പർ ഓഫ് പ്രോസസ്സുകൾ ഉണ്ടാവും.
ഓക്കെ, അതായത് നിങ്ങളുടെ ഒരു മെഷീൻ്റെ അകത്ത് തന്നെ പല പ്രോസസ്സുകൾ നടക്കുന്നുണ്ടാവും. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഈ ഒരു മെഷീൻ്റെ ഈ ഒരു പ്രോസസ്സ് ചിലപ്പം മറ്റൊരു മെഷീൻ്റെ അകത്തുള്ള മറ്റൊരു പ്രോസസ്സുമായിട്ടായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ ദിസ് നെറ്റ്വർക്ക് കണ്ടെയ്ൻ എ ലാർജ് നമ്പർ ഓഫ് ഡിവൈസസ് വിച്ച് ആർ ഇന്റർകണക്റ്റഡ് ത്രൂ ദിസ് നെറ്റ്വർക്ക്. ഓക്കെ, ഓരോ മെഷീൻ്റെ ഉള്ളിലും പല പല പ്രോസസ്സുകളും ഉണ്ടായിരിക്കും. ആക്ച്വലി ഈ ഒരു മെഷീൻ്റെ അകത്തുള്ള ഈ ഒരു പ്രോസസ്സിനായിരിക്കും ചിലപ്പം ഇവിടെയുള്ള മെഷീൻ്റെ ഈ ഒരു പ്രോസസ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരിക. Okay, so there should be a mechanism to identify that this process want to communicate this process which is inside this machine എന്നുള്ള ഒരു ഐഡിയ വേണം. അല്ലാതെ ഇയാൾക്ക് ഈ ഒരു മെഷീനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് പകരം വേറെ ഏതെങ്കിലും ഒരു മെഷീനിലോട്ട് എത്താൻ വേണ്ടി പാടില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മെഷീൻ്റെ ഉള്ളിലെ പ്രോസസ്സിലോട്ട് എത്താൻ വേണ്ടി പാടില്ല. സോ there should be a proper mechanism to identify that this process want to communicate to this process which is inside this machine. ഓക്കെ, ആ ഒരു കൺസെപ്റ്റാണ് ഒന്നാമത്തത്, മെക്കാനിസം ഫോർ ഐഡൻറ്റിഫൈങ് സെൻഡർ ആൻഡ് റിസീവർ. നെറ്റ്വർക്കിൻ്റെ അകത്ത് ലാർജ് നമ്പർ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാവും. ഓരോ കമ്പ്യൂട്ടേഴ്സിൻ്റെ ഉള്ളിലും മൾട്ടിപ്പിൾ പ്രോസസ്സുകളും ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള പ്രോസസ്സുകൾ തമ്മിലാണ് ആക്ച്വലി കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഓക്കെ, സോ സെൻഡർ മെഷീൻ്റെ അകത്തുള്ള പ്രോസസ്സിന് റിസീവർ മെഷീൻ്റെ അകത്തുള്ള കറക്റ്റ് പ്രോസസ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. അല്ലാതെ വേറെ ആളിലേക്ക് എത്തിപ്പെടാനോ അല്ലെങ്കിൽ ഇത് റൂട്ട് മാറാനോ ഒന്നും പാടില്ല. ഓക്കെ, so that is the issue, mechanism for identifying sender and receiver. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അഡ്രസ്സിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള അഡ്രസ്സിംഗ് കൺസെപ്റ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ നോർമലി സോൾവ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഡിസൈൻ ഇഷ്യൂ, മെക്കാനിസം ഫോർ ഐഡൻറ്റിഫൈങ് സെൻഡർ ആൻഡ് റിസീവർ. ആ ഒരു ഐഡിയ ക്ലിയർ ആണോ? എക്സ്പ്ലെയിൻ ചെയ്യണോ ഇനി? മെക്കാനിസം ഫോർ ഐഡൻറ്റിഫൈങ് സെൻഡർ ആൻഡ് റിസീവർ, വിച്ച് മീൻസ് a network contain large number of computers which are interconnected by a single topology or single or multiple topology of network. ഓക്കെ, ഓരോ മെഷീൻ്റെ ഉള്ളിലും ലാർജ് നമ്പർ ഓഫ് പ്രോസസ്സുകൾ ഉണ്ടാവും. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു മെഷീൻ്റെ അകത്തുള്ള ഒരു പ്രോസസ്സിനായിരിക്കും ഡിസ്റ്റൻറ്റ് ലൊക്കേഷനുള്ള മറ്റൊരു മെഷീൻ്റെ അകത്തുള്ള മറ്റൊരു പ്രോസസ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ദർ ഷുഡ് ബി എ പ്രോപ്പർ മെക്കാനിസം ടു സെൻഡ് മെസ്സേജ് ഫ്രം ദ പ്രോസസ് വിച്ച് ഈസ് ഇൻസൈഡ് എ മെഷീൻ ടു ദ ഡെസ്റ്റിനേഷൻ മെഷീൻ. ഡെസ്റ്റിനേഷൻ മെഷീൻ്റെ ആ പ്രോപ്പർ പ്രോസസ്സിൻ്റെ ഉള്ളിൽ തന്നെ ആ ഒരു മെസ്സേജ് എത്തണം ത്രൂ ദിസ് നെറ്റ്വർക്ക്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോപ്പർ മെക്കാനിസം ഉണ്ടായിരിക്കണം. നോർമലി നമ്മൾ അഡ്രസ്സിംഗ് മെക്കാനിസം ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്, ബട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഡിസൈൻ ഇഷ്യൂ. ആ ഒരു കൺസെപ്റ്റ് ഓക്കെ ആണോ? ഈ ഫിഗർ ഒന്നുകൂടി നോക്കാം. നിങ്ങൾക്ക് നെറ്റ്വർക്കിൽ ലാർജ് നമ്പർ ഓഫ് മെഷീൻസ് ഉണ്ടാവും. ഓരോ മെഷീൻസിലും ഡിഫറെൻറ്റ് പ്രോസസ്സുകൾ ഉണ്ടാവും. ഈ പ്രോസസ്സിനാണ് മറ്റൊരു മെഷീൻ്റെ ഈ പ്രോസസ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഈ പ്രോസസ്സിന് ഇവിടേക്ക് പ്രോപ്പറായിട്ട് റീഡയറക്റ്റ് ചെയ്തിട്ട് മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യാനും അതിനെ പ്രോസസ്സ് ചെയ്ത് തിരിച്ചിങ്ങോട്ട് കിട്ടാനും പറ്റണം. ഓക്കെ, അതിനുള്ള ഒരു മെക്കാനിസം വി ഹാവ് ടു ഇംപ്ലിമെൻറ്റ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഡിസൈൻ ഇഷ്യൂ, മെക്കാനിസം ഫോർ ഐഡൻറ്റിഫൈങ് സെൻഡർ ആൻഡ് റിസീവർ. ഓക്കെ, സോ ആ കൺസെപ്റ്റ് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. Then second one, rules for data transfer. Data transfer-ന് വേണ്ടിയുള്ള rules. Okay, rules for data transfer means നമുക്ക് പ്രോപ്പറായിട്ട് ഓക്കെ നമുക്ക് ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റി. വിച്ച് മീൻസ് ഈ ഒരു മെഷീന് ഈ ഒരു മെഷീൻ്റെ അകത്തുള്ള ഈ പ്രോസസ്സിനെയാണ് അയക്കേണ്ടതെന്നുള്ള കാര്യമൊക്കെ മനസ്സിലായി. ഇനി എന്താണ്? ഇവിടുന്ന് ഡാറ്റയെ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, സോ റൂൾസ് ഫോർ ഡാറ്റ ട്രാൻസ്ഫർ മീൻസ് ചില സിസ്റ്റം ഹാഫ് ഡ്യൂപ്ലക്സ് മെക്കാനിസം ഉള്ള അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന മെഷീൻ ആയിരിക്കും. മീൻസ് ഡാറ്റ ഒരു ഡയറക്ഷനിൽ മാത്രമേ ട്രാവൽ ചെയ്യുന്നുണ്ടാവും. ചില മെഷീൻ്റെ അകത്ത് രണ്ട് ഡയറക്ഷനിലും ഫുൾ ഡ്യൂപ്ലക്സ് മോഡലുള്ള മെഷീൻസ് ആയിരിക്കും. ഓക്കെ, ചില മെസ്സേജുകൾക്ക് കുറച്ച് ഹൈ പ്രയോറിറ്റി ഉണ്ടാവും. ആ മെസ്സേജിനെ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് നമുക്ക് അയക്കേണ്ടി വരും. അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഡാറ്റയെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൂൾസിനെ ഡിഫൈൻ ചെയ്യണം. ഓക്കെ, ഒന്നുകൂടി പറയാൻ ശ്രദ്ധിക്കുക. ഒരു മെഷീനിൽ നിന്ന് മറ്റൊരു മെഷീനിലേക്ക് ഡാറ്റ അയക്കണം. ഒന്നാമത്തെ ഈ അഡ്രസ്സിംഗ് മെക്കാനിസം ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഓക്കെ, ഇന്ന മെഷീൻ്റെ ഈ പ്രോസസ്സിന് ഇന്ന മെഷീൻ്റെ ഈ പ്രോസസ്സുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. നൗ വി വാണ്ട് ടു ട്രാൻസ്ഫർ ഡാറ്റ ഫ്രം ദിസ് പ്രോസസ് ടു ദിസ് പ്രോസസ്. ആ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പല റൂൾസ് നമ്മൾ ഡിഫൈൻ ചെയ്യണം. ലൈക്ക് ചില മെഷീൻ വൺ വേ കമ്മ്യൂണിക്കേഷൻ മാത്രമായിരിക്കും സപ്പോർട്ട് ചെയ്യുക, മറ്റേ ചില മെഷീൻസ് 2 വേ ആയിരിക്കും. ദെൻ ചില മെസ്സേജിന് ഹൈ പ്രയോറിറ്റി കൊടുക്കണം,
ചിലത് ലോങ് മെസ്സേജസ് ആയിരിക്കും, ലാർജ് മെസ്സേജസ്, സ്മോൾ മെസ്സേജസ്, അങ്ങനെ പല ടൈപ്പുള്ള മെസ്സേജസ് ഉണ്ടാവും. ഈ മെസ്സേജൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ പ്രോപ്പറായിട്ട് അതിനെ റൂട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്തിട്ട് റിസീവറിലോട്ട് എത്തണം എന്നുള്ളതിന് ഒരു സെറ്റ് ഓഫ് റൂൾസ് നമ്മൾ ഡിഫൈൻ ചെയ്യണം. ഓക്കെ, ദാറ്റ് ഈസ് ദ സെക്കൻഡ് ഡിസൈനിങ് ഇഷ്യൂ, റൂൾ ഫോർ ഡാറ്റ ട്രാൻസ്ഫർ. ഓക്കെ, സോ ആ ഒരു ഐഡിയയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ ഈസ് ഇറർ കൺട്രോൾ. തേർഡ് വൺ ഈസ് ഇറർ കൺട്രോൾ. ഇറർ കൺട്രോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രീവിയസ് ക്ലാസ്സസിലൊക്കെ അല്ലെങ്കിൽ പ്രീവിയസ് സെമ്മിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്താണ് ഇറർ കൺട്രോൾ, എന്തൊക്കെ മെക്കാനിസംസ് ആണ് ഇറർ കൺട്രോളിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ ഡിസ്കസ് ചെയ്ത കുറച്ച് ഇറർ കൺട്രോൾസിൻ്റെ പേര് പറയാൻ പറ്റുമോ? ഇറർ കൺട്രോൾ മെക്കാനിസം, എനിവൺ? നമ്മൾ കുറേ ഇറർ കൺട്രോൾ മെക്കാനിസംസ് പഠിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഇറർ കൺട്രോൾ മെക്കാനിസത്തിൻ്റെ പേര് പറയാൻ പറ്റുമോ? ആ ഇറർ കൺട്രോൾ മെക്കാനിസത്തിന് കോമൺ ആയിട്ട് പറയുന്ന പേരെന്താ? നമ്മൾ പഠിച്ചത് ആക്ച്വലി ദർ ആർ ലാർജ് നമ്പർ ഓഫ് ഇറർ കൺട്രോളിംഗ് മെക്കാനിസംസ് ഇൻ ദാറ്റ് നമ്മളൊന്ന് പഠിച്ചിട്ടുണ്ട്. Error control mechanism. ആ ഇറർ കൺട്രോൾ മെക്കാനിസത്തിന് കോമൺ ആയിട്ട് പറയുന്ന പേര് അത് പറഞ്ഞാലും മതി. ഓക്കെ, നമ്മൾ ARQ എന്നുള്ള ഒരു ഇറർ കൺട്രോൾ മെക്കാനിസം പഠിച്ചിട്ടുണ്ട്. ആൻഡ് ARQവിൻ്റെ അകത്ത് രണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ടായിരുന്നു, സ്റ്റോപ്പ് ആൻഡ് വെയിറ്റും സ്ലൈഡിംഗ് വിൻഡോവും. ഇൻ സ്ലൈഡിംഗ് വിൻഡോ ദർ ആർ ടു അതർ ടെക്നിക്സ്, സെലക്റ്റീവ് റിപ്പീറ്റും ഗോ ബാക്ക് എന്നും. ഓക്കെ, നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മീൻസ് നമ്മൾ മുന്നേ പഠിച്ച തന്നെ ഒന്നുകൂടി പഠിക്കാനുണ്ട്, ARQ ടെക്നിക്. സോ ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഇറർ കൺട്രോൾ മെക്കാനിസംസ് വിച്ച് മീൻസ് നമ്മുടെ ഈ നെറ്റ്വർക്ക്, നമ്മൾ ഈ പറഞ്ഞ നെറ്റ്വർക്ക് ഒരിക്കലും എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കില്ല. ഇൻ ബിറ്റ്വീൻ ഈ ലൈനിൻ്റെ അകത്ത് ഇഷ്യൂ ഉണ്ടാവാം, മെഷീൻ്റെ അകത്ത് ഇഷ്യൂ ഉണ്ടാവാം, നെറ്റ്വർക്കിൽ ഇഷ്യൂസ് ഉണ്ടാവാം, ഈ നെറ്റ്വർക്കിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഡിവൈസസിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവാം, അങ്ങനെ പല ഇഷ്യൂസ് ഉണ്ടാവാം, പുറത്തുനിന്നുള്ള നോയ്സ്, അങ്ങനെ പല പല ഇഷ്യൂസ് ഉണ്ടാവാം. സോ നമ്മൾ സെൻഡ് ചെയ്യുന്ന മെസ്സേജസ് എപ്പോഴും പ്രോപ്പറായിട്ട് തന്നെ റിസീവ് ചെയ്യണം എന്നൊരിക്കലും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഓക്കെ, ഈ ഫിസിക്കൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് സർക്യൂട്ട്സ് ഒന്നും ഒരിക്കലും പെർഫെക്റ്റ് അല്ല. സോ ദർ ഇസ് എ ഹൈ ചാൻസ് ഓഫ് ഒക്കറിങ് ഇറർ ഇൻ ദ മെസ്സേജ് ദാറ്റ് വി സെൻഡ്. ഓക്കെ, സോ അങ്ങനെ ഒരു ഇറർ ഉണ്ടാവുകയാണെങ്കിൽ ആ ഇററിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും ഇററിനെ സോൾവ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള മെക്കാനിസംസ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള നമ്മൾ പഠിച്ചുള്ള കുറച്ച് മെക്കാനിസമാണ് ARQ മെക്കാനിസം. ദർ ആർ മെനി അതർ മെക്കാനിസംസ് ഓൾസോ. സോ ഇവിടെ ഈ രണ്ട് പാർട്ടീസ് തമ്മിൽ ഒരു അഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഐ ആം യൂസിങ് ദിസ് കൈൻഡ് ഓഫ് ഇറർ ഹാൻഡ്ലിംഗ് മെക്കാനിസം, യു ഓൾസോ ഹാവ് ടു യൂസ് ദ സെയിം കൈൻഡ് ഓഫ് ഇറർ ഹാൻഡ്ലിംഗ് മെക്കാനിസം. എന്നാൽ മാത്രമേ ഇവിടുന്ന് സെൻഡ് ചെയ്യുന്ന മെസ്സേജ്, അതായത് ഇവിടെയുള്ള ഏത് ഇറർ കൺട്രോൾ മെക്കാനിസം യൂസ് ചെയ്തിട്ടാണോ അയക്കുന്നത് അത് തന്നെ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റൂ, ഒരു ഇറർ ഒക്കർ ചെയ്തു എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, സോ അങ്ങനെയുള്ള ഇറർ കൺട്രോൾ മെക്കാനിസം ഈ രണ്ട് പാർട്ടികൾസും തമ്മിലൊരു അഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഇറർ കൺട്രോൾ എന്നുള്ള മൂന്നാമത്തെ ഡിസൈൻ ഇഷ്യൂ. നമ്മുടെ ഫിസിക്കൽ ചാനൽസ് എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കില്ല, ഇഷ്യൂസ് ഉണ്ടാവും, ഇറേഴ്സ് ഉണ്ടാവും. സോ അങ്ങനെ ഒരു ഇറേഴ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി പറ്റണം, അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. അങ്ങനെ കറക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കുറേ ഇറർ കൺട്രോൾ മെക്കാനിസം പഠിച്ചിട്ടുണ്ട്. അതിലുള്ള ഏതെങ്കിലും ഒരു കോമൺ ഇറർ കൺട്രോൾ മെക്കാനിസം സെൻഡറും റിസീവറും തമ്മിൽ അഗ്രി ചെയ്യണം. എന്നാൽ മാത്രമേ പ്രോപ്പറായിട്ട് സെൻഡർ സെൻഡ് ചെയ്തതിനെ റിസീവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ഒരു ഇറർ സംഭവിച്ചു എന്നുള്ളത്. ഓക്കെ, സോ രണ്ടാൾക്കാരും ആ ഒരു അഗ്രി ചെയ്തിട്ടുള്ള ഒരു ഇറർ കൺട്രോൾ മെക്കാനിസം ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നെറ്റ്വർക്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ദ തേർഡ് ഡിസൈൻ ഇഷ്യൂ. ഓക്കെ, അതും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ ഫോർത്ത് വൺ, ലോസ് ഓഫ് സീക്വൻസിങ്.
അത്യാവശ്യം പേര് തന്നെ ഉണ്ട്. എന്താ ഈ ലോസ് ഓഫ് സീക്വൻസിങ്? ആർക്കും പറയാൻ പറ്റുമോ ലോസ് ഓഫ് സീക്വൻസിങ്? വാട്ട് യു മീൻ ബൈ ലോസ് ഓഫ് സീക്വൻസിങ്? എനിവൺ? എന്തായിരിക്കും ലോസ് ഓഫ് സീക്വൻസിങ്? പേര് തന്നെ ഉണ്ട്. ലോസ് ഓഫ് സീക്വൻസിങ് എന്നുള്ള കൺസെപ്റ്റ് നിങ്ങളെ ഐഡിയാസ് പറയൂ, തെറ്റാണെങ്കിൽ ഇഷ്യൂസ് ഇല്ല. കാരണം ഇതൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ വേർഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ലോസ് ഓഫ് സീക്വൻസിങ് കൊണ്ട് എന്തായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക? യെസ്, ഡിസോർഡർ. ഓക്കെ റീസ. സോ ലോസ് ഓഫ് സീക്വൻസിങ് കൊണ്ട് ഈ ഒരു ഡിസോർഡർ ഇഷ്യൂ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു മെസ്സേജ് ആ ഒരു ഓക്കെ ആ ഒരു മെസ്സേജിനെ പല പാർട്ടാക്കി ഡിവൈഡ് ചെയ്ത് പല പാക്കറ്റാക്കി ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അയക്കുന്നുണ്ടാവുക. ഒരു മെസ്സേജ് തന്നെ പല പല പാക്കറ്റുകൾ ചേർന്നായിരിക്കും ഒരു മെസ്സേജ് ഉണ്ടാവുക. ഓക്കെ, സോ പാക്കറ്റ്സ് ആക്കിയിട്ടാണ് അയക്കുക. ഞാൻ സപ്പോസ് ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ കാണിക്കുകയാണ്. ഒരു വലിയ മെസ്സേജിനെ തന്നെ പലതായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുക. എന്നിട്ടാണ് നമ്മൾ സെൻഡ് ചെയ്യുക. സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് തരത്തിലുള്ള കണക്ഷൻസ്, ഒന്ന് സർക്യൂട്ട് കണക്ഷൻസും ഒന്ന് ഡാറ്റാഗ്രാമും. ഡാറ്റാഗ്രാമിൻ്റെ അകത്തൊക്കെ നമ്മൾ ഡൈനാമിക് റൂട്ടിംഗ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഓരോന്നും ഓരോ റൂട്ട് വഴിയായിരിക്കും പോകുന്നുണ്ടാവുക. ഓക്കെ, ഓരോ റൂട്ട് വഴി പോയി കഴിഞ്ഞാൽ ഡെസ്റ്റിനേഷൻ്റെ അകത്ത് ഇതേ ഓർഡർ തന്നെ എത്തണമെന്ന് യാതൊരു ഉറപ്പുമില്ല. ഓക്കെ, ഇനി ഒരേ റൂട്ട് തന്നെയാണ് പോകുന്നതെങ്കിൽ തന്നെ ചില പാക്കറ്റിന് ചിലപ്പോൾ എന്തെങ്കിലും അവിടെയുള്ള ഇഷ്യൂസ് കാരണം ചില പാക്കറ്റ് അവിടെ ഡ്രോപ്പായി പോകാനും സാധ്യതയുണ്ട്. ഓക്കെ, ഇൻ ദാറ്റ് വേ റിസീവർ സൈഡിൽ നമുക്ക് ഈ മെസ്സേജ് ഇതേ ഫോമിൽ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ പ്രോപ്പർ മെസ്സേജ് അവിടെ എത്തിയെന്ന് പറയാൻ പറ്റൂ. ഓക്കെ, സോ ഇഫ് വി ആർ യൂസിങ് ഡൈനാമിക് റൂട്ടിംഗ് ഓർ ഡാറ്റാഗ്രാം നെറ്റ്വർക്ക്, ഓരോന്നും ഓരോ വഴിക്ക് പോകുമ്പോൾ ഒരിക്കലും ഇതേ ഓർഡർ തന്നെ ഡെസ്റ്റിനേഷനകത്ത് എത്തണമെന്നില്ല. അതേപോലെ നമ്മളിനി എല്ലാം ഒരേ റൂട്ട് തന്നെയാണ് പോകുന്നതെങ്കിൽ ചില പാക്കറ്റ് വേണമെങ്കിൽ ഇൻ ബിറ്റ്വീൻ പല ഇറേഴ്സ് ഉണ്ടായിട്ട് മിസ്സായി പോവാം. അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, സോ അങ്ങനെയുള്ള എന്തെങ്കിലും സീക്വൻസ് ലോസ് ആയിട്ടുണ്ടോ, ഏതെങ്കിലും ഒരു പാർട്ട് മെസ്സേജ് മിസ്സായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള മെക്കാനിസം ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കണം. അതായത് നമ്മൾ സെൻഡ് ചെയ്യുമ്പം അതിനെ ഡിവൈഡ് ചെയ്യുന്നു, റിസീവറിൻ്റെ അകത്ത് അതിനെ റീ അസംബിൾ ചെയ്തിട്ട് പഴയ മെസ്സേജ് ആക്കുകയാണ് ചെയ്യുക. നമ്മൾ ഓൾറെഡി നേരത്തെയും കണ്ടു എങ്ങനെയാണ് മെസ്സേജിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്, ഹെഡർ ആഡ് ചെയ്തിട്ട് വീണ്ടും അതിനെ റീ അസംബിൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഓക്കെ, സോ ഈ മെസ്സേജ് എപ്പോഴും കറക്റ്റ് ഓർഡറിൽ എത്തണം എന്നില്ല, ബട്ട് അവിടെ നമുക്ക് കറക്റ്റ് ഓർഡറിൽ മെസ്സേജ് ആക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ടാണ് ഒരു മെക്കാനിസം ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അതിലും പല മെക്കാനിസംസ് ഉണ്ട്. അതിനുള്ള ഒരു മെക്കാനിസമാണ് സീക്വൻസ് നമ്പർ. സീക്വൻസ് നമ്പർ മീൻസ് ഓരോ മെസ്സേജിനും ഓരോ സീക്വൻസ് നമ്പർ കൊടുക്കുക. ഇതിന് 1 എന്ന് കൊടുക്കുക, ഇതിന് 2 എന്ന് കൊടുക്കുക, ഇതിന് 3 കൊടുക്കുക, 4, 5 അങ്ങനെ ഓരോന്നിനും ഓരോ നമ്പർ കൊടുക്കുക. എന്നിട്ട് എന്താ, റിസീവർ സൈഡിൽ എത്തിയാൽ നോക്കുക കറക്റ്റ് 1 കഴിഞ്ഞിട്ട് 2 തന്നെയാണ് ഉള്ളത്. ഓക്കെ, സപ്പോസ് 3 ആണ് ആദ്യം എത്തിയിട്ടുള്ളതെങ്കിൽ അവിടെ ഒരു മെക്കാനിസം വേണം. 3ക്ക് മുന്നേ 2നെ കൊണ്ടുവെക്കാനുള്ള ഒരു മെക്കാനിസം അവിടെ ഉണ്ടായിരിക്കണം. ആ രീതിയിൽ സീക്വൻസ് നമ്പർ നോക്കിയിട്ട് നമുക്കിതിനെ റീ അറേഞ്ച് ചെയ്തിട്ട് പ്രോപ്പർ മെസ്സേജ് ആക്കി മാറ്റാൻ പറ്റും. ഓക്കെ, സോ അങ്ങനെയുള്ള ഒരു മെക്കാനിസം അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ദാറ്റ്സ് വാട്ട് കോൾഡ് ലോസ് ഓഫ് സീക്വൻസിങ്. ഒരു മെക്കാനിസം ആണ് സീക്വൻസ് നമ്പർ. ഓക്കെ, അതും സിമ്പിൾ കൺസെപ്റ്റ് ആണ്. നെക്സ്റ്റ്, a fast sender from swamping a slow receiver. Swamping.
Or what is the meaning of keep a fast sender from swamping a slow receiver? Okay. Okay, നടക്കുക എന്ന് നേരത്തെ പറഞ്ഞ പോലെ ഒരു സെൻഡർ ഒരു റിസീവർ. സെൻഡർക്ക് ഹൈ, ഇവിടെ ഒരു സെൻഡർ ഉണ്ട്, ാനുള്ള കപ്പാസിറ്റി ഇല്ല. ഓക്കെ, ഇത് സെൻഡർ, ഇത് റിസീവർ. സെൻഡർ ഹൈ സ്പീഡിൽ സെൻഡ് ചെയ്യാൻ പറ്റും, റിസീവർക്ക് അത്രയും സ്പീഡിൽ എടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പം എന്ത് ചെയ്യണം? ഇവിടുന്ന് ഇവിടെയുള്ള ബഫർ ഉണ്ടെങ്കിൽ ബഫറും കൂടി നിറഞ്ഞു കഴിഞ്ഞു, ബാക്കിയുള്ള മെസ്സേജ് മൊത്തം ലോസ് ആയി പോകും. ഓക്കെ, സോ അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടാവാൻ പാടില്ല. അതിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിസീവർക്ക് സെൻഡറിനെ ഇൻഫോം ചെയ്യാനുള്ള ഒരു മെക്കാനിസം ഉണ്ടായിരിക്കണം. അതിനെയാണ് നമ്മൾ ഫ്ലോ കൺട്രോൾ മെക്കാനിസം എന്ന് പറയാം. ഫ്ലോ കൺട്രോൾ മീൻസ് സെൻഡറിൽ നിന്ന് റിസീവറിലോട്ടേക്ക് അയക്കുന്ന ഫ്ലോനെ കൺട്രോൾ ചെയ്തിട്ട് അയക്കാൻ വേണ്ടി പറ്റണം. ഓക്കെ, അതിന് പല മെക്കാനിസംസ് ഉണ്ട് ഫ്ലോ കൺട്രോളിന്. അതിനുള്ള ഒരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ സെൻഡർ റിസീവറോട് പറയും ഇത്രയും ഫാസ്റ്റിൽ അയച്ചാൽ എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല, സോ കുറച്ചൊന്ന് നോക്കണം എന്ന് ഒരു ഫീഡ്ബാക്ക് കൊടുക്കും. ഫീഡ്ബാക്ക് കൊടുത്താൽ സെൻഡർ പിന്നെ കുറച്ച് സ്പീഡ് കുറച്ചിട്ടായിരിക്കും. ദാറ്റ് കൈൻഡ് ഓഫ് ഫീഡ്ബാക്ക് മെക്കാനിസം ഷുഡ് ബി ഇംപ്ലിമെൻറ്റഡ് ഇൻ ദ നെറ്റ്വർക്ക്. ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ആ കാര്യം കൂടി ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഓക്കെ, ബാക്കി ഒരു 3 എണ്ണം കൂടിയുണ്ട്. ഈ 3 എണ്ണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഉറപ്പുവരുത്തുക. ഇനി ഹലോ, 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 നിങ്ങൾക്ക് വോയിസ് ഓക്കെ ആണോ? നെറ്റ്വർക്ക് ഇഷ്യൂ. ഓക്കെ, ഇടയ്ക്കൊരു നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇപ്പം വോയിസും എല്ലാം ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇന്ന് നമ്മൾ 5 പോയിന്റ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ 5 പോയിന്റ്സ് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ള 3 പോയിന്റ്സ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ അറ്റൻഡൻസ് പറഞ്ഞോളൂ. ആകാശ്, ഓക്കെ. അഭിനന്ദ്, ഓക്കെ. അഭിനവ്,
അഭിനവ് ആബ്സെൻ്റ് ആണോ? അഭിനവ് ആബ്സെൻ്റ്. ആദർശ്. ഓക്കെ. അദ്വൈത്. Present, sir. ഓക്കെ. അജ്മൽ. അജ്മൽ ഉണ്ടല്ലോ. അഖിൽ. Present, sir. അനക. Present, sir. ഓക്കെ. അഞ്ജലി അനുഗ്രഹ്. Present, sir. ഓക്കെ. അതിൻ അതുൽ. Present, sir. ഓക്കെ. ദേവിക ദിൽന. Present, sir. Present, sir. ഓക്കെ. മസ്ന ജസ്ന. Present, sir. Present, sir. ഓക്കെ. കാർത്തിക് കീർത്തന. Present, sir. ഓക്കെ. സിനാൻ ഇജാസ്. Present, sir. ഓക്കെ. ഇജാസ് ആബ്സെൻ്റ് ആണോ? ഇജാസ് ആബ്സെൻ്റ്. നഫ നേഹ. Present, sir. ഓക്കെ. നിതിൻ പ്രണവ് പ്രണവ്സി. Present, sir. ഓക്കെ. റൈസ റസാന റുസ്വിൻ. റുസ്വിൻ. സാറേ അജ്മൽ ഉണ്ട്. ഓക്കെ. അജോൺ. റുസ്വിൻ അവിടെ പോയി. റോഷൻ. Present, sir. സാല ബി സാലാൻ. Present, sir. ഓക്കെ. സാല ബി ആബ്സെൻ്റ്. സംഗീത് സാരംഗ്. Present, sir. ഓക്കെ. ഷാരുൺ ശ്രദ്ധ. ഓക്കെ. വിഷ്ണു വൈഷ്ണവി. ഓക്കെ. ശ്രീഷ്മ അഞ്ജിത. Present, sir. ഓക്കെ. ഷിറോണ. ഓക്കെ. ഓക്കെ. അപ്പോൾ ഇന്ന് ഇത്രയും എടുക്കാം. ഇന്ന് എടുത്ത ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് ഒരു ക്വസ്റ്റ്യനിങ് ഉണ്ടാവും, ഒന്ന് നോക്കുക. മെറ്റീരിയൽസ് ഒക്കെ ലിൻവേസ് വഴി ഷെയർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ. സോ താങ്ക് യു.